നമസ്കാരം, എൻ്റെ പേര് രാഹുൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ സംസാരിക്കാവുന്ന പുതിയ ബൈലാംഗ്വൽ മൂവിയായ കുബേരയെക്കുറിച്ചാണ്. കുബേര ഡയറക്റ്റ് ചെയ്യുന്നത് ശേഖർ കമ്മൂലയാണ്. പുള്ളിയുടെ 1-2 സിനിമകൾ എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. ഞാൻ പുള്ളിയുടെ എല്ലാ സിനിമയും കണ്ടിട്ടില്ല. ഹാപ്പി ഡേയ്സ് ഒബ്വിയസ്ലി നമുക്കെല്ലാവരും കോളേജ് ലൈഫിൽ ഇറങ്ങിയ സമയത്ത് ഇറങ്ങിയ സിനിമയുണ്ട്. മിക്കവർക്കും ആ സിനിമ ഇഷ്ടമാണ്. പിന്നെ പുള്ളിയുടെ ഈ അടുത്തിട്ട് ഒരു ഫിദ എന്ന് പറഞ്ഞ സിനിമ, അതും എനിക്കിഷ്ടമാണ്. പിന്നെ ലീഡർ എന്ന് പറഞ്ഞ സിനിമ എനിക്കിഷ്ടമാണ്. ബാക്കി എല്ലാ സിനിമയും ഞാൻ കണ്ടിട്ടില്ല. കുബേരയെ കാണാൻ ഒബ്വിയസ്ലി ധനുഷ് ഉള്ളതുകൊണ്ടാണ് ഞാൻ കാണാൻ പോയത്. ധനുഷ് എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ആക്ടറാണ്. അപ്പോൾ ഞാൻ പോയത് മൺഡേ ആണ്. PVR പാസ്പോർട്ടിലെ സിനിമ വർക്ക് ചെയ്തുകൊണ്ടാണ് ഞാൻ മൺഡേ തന്നെ പോയത്. ഞാൻ വിചാരിച്ചത് വർക്ക് ചെയ്യില്ല എന്നാണ്. പുതിയ സിനിമയുടെ ഇടയ്ക്ക് വർക്ക് ചെയ്യാറില്ല, തമിഴ് സിനിമയ്ക്ക് പ്രത്യേകിച്ചു. പക്ഷേ ഇത് വർക്കായതുകൊണ്ട് ഞാൻ പോയി. ഞാൻ PVR ഫോറം മോൾ കൊച്ചിയിലുള്ള സ്ക്രീൻ 2ലാണ് കണ്ട്. അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എക്സെപ്റ്റ് ഫോർ സിനിമ തുടങ്ങുന്നതിന് ജസ്റ്റ് മുമ്പാണ് അവർ ലൈറ്റ്സ് ഓഫ് ചെയ്ത്. ഓട്ടോമാറ്റഡ് ലൈറ്റ്സ് വർക്ക് ചെയ്തില്ല. ദാറ്റ് ഈസ് എ ഫസ്റ്റ് ഫോർ മീ ഇൻ എ PVR. എന്തായാലും സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമ വാസ് ഓക്കെ. അങ്ങനെ ഭയങ്കര അടിപൊളി സിനിമയായിട്ട് തോന്നിയില്ല. സിനിമ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. സ്റ്റാർട്ടിൽ കമ്മിറ്റഡ് ആയിരുന്നു ഞാൻ. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫ് പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമായ സിനിമ. നല്ല രസമായിരുന്നു. പതുക്കെ പോകും തോറും ഐ ഫെൽറ്റ് ദ റൈറ്റർ ആൻഡ് ഡയറക്ടർ ഡസ് നോട്ട് നോ ഹൗ ടു എൻഡ് ദിസ് മൂവി. എങ്ങനെ അവസാനിപ്പിക്കണം എന്ന് അറിയാത്തതുകൊണ്ട് എന്തൊക്കെയോ അവസാനത്തെ അരമണിക്കൂറൊക്കെ വെറുതെ വലിച്ചു നീട്ടി എന്തൊക്കെയോ കാണിച്ചു. എനിക്കറിയില്ല എന്ത് റൂട്ടിലേക്കാണ് പടം പോകണമെന്ന് എനിക്കും മനസ്സിലായില്ല. ഐ മീൻ ഒട്ടും കൺവിൻസിങ് അല്ലാത്ത രീതിയിലേക്ക് പടം പോയി. അല്ലെങ്കിൽ തന്നെ കൺവിൻസിങ് ആണെന്ന് ഞാൻ പറയല്ല, ബട്ട് സ്റ്റിൽ സിനിമാറ്റിക്കലി അറ്റ്ലീസ്റ്റ് കൺവിൻസിങ് ആയിരുന്നു ഫസ്റ്റ് ഹാഫ്. പിന്നെ പോകും തോറും ഇറ്റ്സ് ഗെറ്റ് ഔട്ട് ഓഫ് അതിന് ഒരു സുഖമില്ലാതായി. സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ടിരിക്കാൻ നല്ലോണം ബോറടിക്കാൻ തുടങ്ങിയത്. എല്ലാവരും ഓടി ഇറങ്ങിപ്പോയി സിനിമ കഴിഞ്ഞപ്പോൾ തന്നെ. ഇങ്ങനെ തീർന്നാൽ മതി എന്നുണ്ടായിരുന്നുള്ളൂ. അവസാനത്തെ ഒരു 25 മിനിറ്റൊക്കെ കട്ട ശോകമാണ്. ധനുഷിൻ്റെ പെർഫോമൻസാണ് ഈ സിനിമ കംപ്ലീറ്റ്ലി വലിച്ചുകൊണ്ട് പോകുന്നത് ഇടയ്ക്ക് വെച്ചിട്ട്. നാഗാർജുന ആക്ച്വലി നല്ലതാണ്, പുള്ളിയുടെ റോളും സൂപ്പർബാണ് ആക്ച്വലി. ബട്ട് ധനുഷ് അടിപൊളിയാണ് സിനിമയ്ക്കകത്ത്. ആസ് യൂഷ്വൽ എക്സ്പെക്റ്റഡ് ആണ്. ധനുഷ് സൂപ്പർബായിരുന്നു. രശ്മിക മന്ദാന ആക്ച്വലി വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ പുള്ളിക്കാരത്തെ ക്യാരക്ടർ സോ ലൈക്ക് ഓക്കെ, ഒരു ഹീറോയിനുണ്ട്, സോ ഷീ ഈസ് ദർ ആൻഡ് എവറിത്തിങ്. അവരൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാൻ നോക്കി. ഓക്കെ, ഷീ കുഡ് ഹാവ് ഡൺ ബെറ്റർ ആൾസോ. പുള്ളിക്കാരത്തെ ആക്ടിങ് ഓക്കെയാണ്, ഭയങ്കര ഗംഭീരമായിട്ടൊന്നും തോന്നിയില്ല. പ്രത്യേകിച്ച് ഇവരെ രണ്ടായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഐ ഡിഡ്ന്റ് ഫൈൻഡ് ഹർ ആക്ടിങ് ആസ് ഗുഡ്. ഞാൻ പറഞ്ഞ എഴുത്തിലെ പ്രോബ്ലമാണ് മെയിൻലി എനിക്ക് തോന്നി. ഈ സിനിമ എങ്ങനെ എൻഡ് ചെയ്യിക്കണം എന്നൊക്കെ കൃത്യമായ ഒരു ഐഡിയ ഇല്ലാത്തപോലെ എനിക്ക് തോന്നി. ഒരു അടിപൊളിയായിട്ട് തുടങ്ങിയിട്ട് ഒരു ബോക്കയായിട്ട് എൻഡ് ചെയ്ത പോലെ തോന്നി. DSPയുടെ മ്യൂസിക് കുഴപ്പമില്ലായിരുന്നു. എനിക്ക് ആക്ച്വലി പോയി വാൻ നമ്പർ ഓൾറെഡി ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. തിയേറ്ററിൽ കേൾക്കാൻ പറ്റിയത് വളരെ സന്തോഷം. നല്ല എൻജോയബിൾ സോങ്ങാണ്, അടിച്ചുപൊളി പാട്ടാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര ബോറെന്ന് പറഞ്ഞാൽ ഒരു ടൈം വരെ ബോറടിച്ചില്ല, അവസാനം ബോറടിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്. ഓക്കെയാണ് സിനിമ, ഭയങ്കര ഗംഭീരമല്ല, ഒരു വട്ടം കാണാം, അത്രേ ഉള്ളൂ. ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഭയങ്കര ഗംഭീര ഷോട്ടുകളൊന്നും തോന്നില്ല. എനിക്ക് തോന്നിയത് ഈ സിനിമയ്ക്ക് ഞാൻ വിചാരിച്ച പോലത്തെ ഷാർപ്നെസ് ഉണ്ടായിരുന്നില്ല. ഈവൻ ഫോർ 2K സ്ക്രീൻ ഓക്കെ ആയിരുന്നു. സിനിമയുടെ കുറേ സീൻസൊക്കെ ബോറായിട്ട് തോന്നി. കോമഡി അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് വർക്കായി, കുറച്ച് കാര്യങ്ങൾ എനിക്ക് വർക്കായില്ല. കൂടുതൽ വർക്കാവാത്ത കാര്യങ്ങളായിരുന്നു പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ് മുഴുവൻ. അതുകൊണ്ട് ഈ സിനിമ എനിക്ക് ഓക്കെ ആയിട്ടാണ് തോന്നിയത്. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് ഈ സിനിമ ആക്ച്വലി ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ എവിടെ നിന്നാണ് കണ്ടത്? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ താഴത്ത് എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. എനിക്കും അറിയാൻ താല്പര്യമുണ്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.